ഡോക്ടർ അതേപോലെ ഇപ്പോൾ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടക്കുന്ന ഒരു വിദ്യാർത്ഥികളുടെ സമരം അത് തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെ ആയെങ്കിലും പിന്നീട് സോനം വാങ്ങിച്ചൊക്കെല്ലാം വന്ന് നിരാഹാരം തുടങ്ങിയ ശേഷമാണ് ഇപ്പോൾ അത് കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഇപ്പോൾ അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിമാരെ കണ്ടു പുള്ളിക്ക് ഭക്ഷണം നീര് കൊടുത്തു അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. പുള്ളി സമരത്തിലേക്ക് ഒരുപാട് പേര് ചേരുന്നുണ്ട്. പ്രതിപക്ഷമടക്കം എല്ലാ കക്ഷികളും വരുന്നുണ്ട്, യുവജന സംഘടനകൾ വരുന്നുണ്ട്, BJPയുടെ മുൻ നേതാക്കൾ വരെ സമരത്തോട് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ സോനം വാങ്ചുക്കിൻ്റെ ഇതിലുള്ള നിലപാടും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചൊന്ന് പറയാമോ? സോനം വാങ്ചുക് എന്ന് പറയുന്നത് ലഡാക്കിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനും അതേസമയം ഒരു എഞ്ചിനീയറുമാണ് അദ്ദേഹം. അപ്പോൾ സോനം വാങ്ചുക്കിനോട് ബന്ധപ്പെട്ട് വരുന്ന ലഡാക്കിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ ലഡാക്കിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കിയാലേ നമുക്കതിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ലഡാക്ക് എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ആ സംസ്ഥാനത്തിൻ്റെ 48% മാത്രമേ ഇന്ത്യയുടെ ഭാഗമായിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റിയിട്ടുള്ളൂ. 32% പാകിസ്ഥാനും ബാക്കി വരുന്ന 20% ചൈനയുമാണ് കൈകാര്യം ചെയ്യുന്നത്. 2019 ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിനെ ഒരു പ്രത്യേക രീതിയിൽ വിഭജിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഈ ലഡാക്ക് എന്ന് പറഞ്ഞ മേഖല അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ്. അപ്പോൾ 2019 സംഭവിക്കുന്നത്. അപ്പോൾ 2019 ലഡാക്ക് എന്ന് പറയുന്നത് കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറുന്നു. ലഫ്റ്റനന്റ് ഗവർണറുടെ കീഴിലേക്ക് ആ ഭരണക്രമം മാറിപ്പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2019 തന്നെ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന അവിടുത്തെ വിഭാഗങ്ങളെല്ലാം തന്നെ അവർക്കൊരു സ്വയംഭരണം വേണമെന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. 2020 ഹിൽ കമ്മ്യൂണിറ്റിയുടെ ഒരു സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന ചർച്ചയിലാണ് അവരുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിൽ BJP സമ്മതിക്കുന്നു. അതായത് ആ ലഡാക്ക് എന്ന് പറയുന്ന പ്രദേശത്തെ ആർട്ടിക്കിൾ 6 ബന്ധപ്പെട്ട് വരുന്ന ഷെഡ്യൂൾ 6 കൊണ്ടുവന്ന് അതിന് ഒരു സ്വയംഭരണാധികാര സാന്നിധ്യം കൊടുക്കാമെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പരിസ്ഥിതി ലോല പ്രദേശമാണെന്നുള്ളൊരു കാഴ്ചപ്പാടും, അതായത് ഈ ട്രൈബൽ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശമാണെന്നുള്ള കാഴ്ചപ്പാടുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് സ്വയംഭരണാധികാരം കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നീടുണ്ടാകുന്ന കാലഘട്ടം ആ 2021 മുതൽ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രഭരണത്തോട് അല്ലെങ്കിൽ BJP വിഭാഗത്തോട് ഇത്തരം സംഘങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വിഭാഗങ്ങളെല്ലാം തന്നെ ആശയവിനിമയം നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സമരപരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പോഴും പല പല ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചകൾ നടന്നിട്ടും കാര്യമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെയാണ് 2023 ജാനുവരിയിൽ നമ്മൾ സൂചിപ്പിച്ച ഈ സോനം വാങ്ചുക് എന്ന് പറയുന്ന പരിസ്ഥിതി ആള് കടന്നു വരുന്നത്. അദ്ദേഹം അവിടെ 5 ദിവസത്തെ നിരാഹാരം കിടക്കുകയാണ്. 5 ദിവസത്തെ നിരാഹാരം എന്ന് പറയുന്നത് 0 ഡിഗ്രി താപനിലയിൽ ആ കാലാവസ്ഥയിലാണ് അദ്ദേഹം നിരാഹാരം കിടക്കുന്നത്. അപ്പോൾ നിരാഹാരം കിടന്നു. അതിൻ്റെ ഭാഗമായിട്ടും ചർച്ചകൾ പോകുന്ന 5 ദിവസമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ചർച്ചകൾ ഉണ്ടായിട്ടും വലിയ കാര്യമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നീട് 2024 എത്തുമ്പോൾ മാർച്ചിലും അദ്ദേഹം 21 ദിവസത്തെ നിരാഹാരം കിടക്കുകയാണ്. ആ നിരാഹാരം കിടക്കുന്ന സമയത്ത് മാർച്ചിൽ തന്നെ ഈ BJP ഭരണകൂടം ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഉന്നതതല സമിതിയെ നിയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചർച്ചകൾ പോകുന്നു. അപ്പോൾ 2024 മാർച്ച് എന്ന് പറയുമ്പോൾ ഏകദേശം 9 വട്ടം ചർച്ചകൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ 9 വട്ടം ചർച്ചകൾ നടത്തും കാര്യമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ 24 അങ്ങനെ പോകുന്നു. ആ 9 വട്ടത്തെ ചർച്ചകളും പരാജയപ്പെട്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് 2025 അവരുടെ സമരപരിപാടി ഒന്നും കൂടി അവർ വിപുലീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിലേക്ക്, അതായത് 1000 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ഡൽഹിയിലേക്കുള്ള ഒരു പദയാത്ര സംഘടിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ആ പദയാത്ര എന്ന് പറയുന്നത് 9-ാം മാസം 1-ാം തീയതിയാണ് ആ പദയാത്ര സംഘടിപ്പിക്കപ്പെടുന്നത്. അടുത്ത ഒക്ടോബർ മാസം 1-ാം തീയതി ഡൽഹിയുടെ പരിസരത്ത് എത്തുമ്പോൾ ആ യാത്രയെ ഈ ഭരണകൂടം അല്ലെങ്കിൽ ഡൽഹി പോലീസ് തടയുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചർച്ചകളുമായിട്ട് പിന്നീട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പിന്തിരിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ടും അങ്ങനെ ചർച്ചകളോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പിന്നീടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ആ ഒരു സമരപരിപാടി എന്ന് പറയുന്നത് 2026 ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ 2026 ബന്ധപ്പെട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോനം വാങ്ചുക്കിൻ്റെ ജയിലിൽ നിന്നുള്ള മോചനമാണ്. ആ ജയിലിലേക്ക് പോകാനുള്ള ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് 2024 സെപ്റ്റംബർ മാസം ഉണ്ടാകുന്നൊരു കാര്യമാണ്. ആ സെപ്റ്റംബർ മാസം 10-ാം തീയതി അവർ ഒരു സമരപരിപാടിയുമായിട്ട് അല്ലെങ്കിൽ നിരാഹാരമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 15ഓളം വരുന്ന ഈ പ്രവർത്തകർ നിരാഹാരം കിടക്കുകയാണ്. ആ 15ഓളം വരുന്ന പ്രവർത്തകർ ഈ പറയുന്ന സോനം വാങ്ചുക് ഉണ്ട്. അപ്പോൾ അവർ 35 ദിവസത്തെ നിരാഹാരമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത് മുന്നോട്ട് പോകുന്നു. ഒരു 13 ദിവസമാകുമ്പോൾ അതിൽ ആ 15 2 പേരുടെ ശാരീരികാവസ്ഥ വളരെ മോശമാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവരെ ജയിലിലേക്ക് മാറ്റുകയാണ്.
അപ്പോൾ ജയിലിലേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന പ്രക്ഷോഭകാരികൾ സമരപരിപാടികളിൽ മുന്നോട്ട് പോകുന്നു. ഈ ലഡാക്കിനോട് ബന്ധപ്പെട്ട് വന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ലേയിൽ അവിടെ ഉണ്ടാകുന്ന കടകമ്പോളലിനെ അടച്ചിടുന്നു. കടകമ്പോളലിനെ അടച്ചിടുക മാത്രമല്ല, അവിടെ പോലീസുമായിട്ടുണ്ടാകുന്ന സംഘടനയിലേക്ക് എത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് BJPയുടെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ബന്ധപ്പെട്ട് വരുന്ന ഓഫീസുകളെല്ലാം തല്ലി തകർക്കുകയാണ്. അങ്ങനെ അവർ 14ാമത്തെ ദിവസം സമരം തുടങ്ങി 14ാമത്തെ ദിവസം ഈ പറയുന്ന വാങ്ചുങ് തന്നെ ഈ എന്താ പറയുക നിരാഹാരം നിർത്താൻ വേണ്ടി ആലോചിക്കുകയാണ്. അപ്പോൾ നിർത്താൻ വേണ്ടി ആലോചിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷേ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് വളരെ വിദൂരമായൊരു കാലഘട്ടം അല്ലെങ്കിൽ വിദൂരമായൊരു ദിവസമാണ് ചർച്ചയ്ക്ക് വേണ്ടി പറയുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ നടപടി എന്ന് പറയുന്നത് ഏകപക്ഷീയവും അതുപോലെ തന്നെ വളരെ എന്താ പറയുക വൈകിപ്പിക്കുമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ എതിർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കലാപമുണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ 4ഓളം വരുന്ന ആൾക്കാർ മരിക്കുന്നുണ്ട്, ലഡാക്കിൽ മരിക്കുന്നുണ്ട്. മാത്രമല്ല 30 പോലീസുകാരുൾപ്പെടെ 50ഓളം ആൾക്കാർക്ക് പരിക്കേൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സംഘടന വലിയ രീതിയിലേക്ക് മാറുകയാണ്. അങ്ങനെയാണ് ഈ പറയുന്ന വാങ്ചുങ് ഈ നിരാഹാര സമരത്തിൽ പിന്തിരിഞ്ഞുകൊണ്ട് സമാധാനത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ജയിലിലേക്ക് പോകുന്നത്. അങ്ങനെ 170 ദിവസത്തെ ജയിൽവാസം കഴിഞ്ഞാണ് നമ്മൾ പറഞ്ഞ പോലെ ഈ 2026 മാർച്ച് 14 അദ്ദേഹം റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോയെങ്കിലും കേന്ദ്ര ഭരണകൂടം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സ്വയംഭരണ അധികാരത്തെയോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുകയുണ്ടായില്ല. അദ്ദേഹം പറയുന്ന രീതി എന്ന് പറയുന്നത് ലഡാക്കിൻ്റെതായിട്ടുള്ള ഒരു സ്വയംഭരണാധികാരമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ലഡാക്ക് എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ലഡാക്കിൻ്റെ ഭാഗമായിട്ടുള്ള പല പ്രദേശങ്ങളും ചൈനയുടെ കൈവശപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് നിന്ന് പോകുന്ന പ്രദേശങ്ങളാണ്. നമുക്കറിയാം അക്സായ് ചിൻ എന്ന് പറയുന്ന പ്രദേശം 2020 BJP ഭരണകൂടം സ്വയംഭരണാധികാരം നൽകുന്നതിനെപ്പറ്റി ചിന്തിക്കാമെന്ന് പറയുന്ന കാലയളവിൽ തന്നെയാണ്, ആ 2020 തന്നെയാണ് ചൈനയും ഇന്ത്യയിലെ പട്ടാളവുമായിട്ടുള്ള സംഘടനകൾ ഉണ്ടാകുന്നത്. മാത്രമല്ല ടിബറ്റിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു റെയിൽ പദ്ധതി ചൈന വിഭാവനം ചെയ്യുന്നുണ്ട്. 2035 തീർക്കാൻ വേണ്ടിയാണ് അവരുടെ പദ്ധതിയുമായി അവർ മുന്നോട്ട് പോകുന്നത്. ആ റെയിൽ പാലം പോലും അല്ലെങ്കിൽ ആ റെയിൽ പദ്ധതി കടന്നു പോകുന്നത് ഈ അക്സായ് ചിൻ മേഖലയിലൂടെയാണ്. അപ്പോൾ അക്സായ് ചിൻ എന്ന് പറയുന്ന ആ പ്രദേശം 1962 ആദ്യമായിട്ട് പീപ്പിൾസ് ലിബറേഷൻ ആർമി ചൈനയുടെ സായുധ സംഘം പിടിച്ചെടുത്തതിൻ്റെ ഭാഗമായിട്ട് കുറേ നാളുകൾ അവരുടെ കീഴിൽ തന്നെയായിരുന്നു. ചില ഭാഗങ്ങൾ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റിയെങ്കിലും ഇന്നും അക്സായ് ചിൻ എന്ന് പറഞ്ഞ് ലഡാക്കിൻ്റെ ഭാഗങ്ങൾ ചൈനയുടേതാണെന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് കേന്ദ്ര ഭരണത്തോട് ബന്ധപ്പെട്ട് വരുന്നതോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള നിരീക്ഷണവും അതുപോലെ നിരന്തരമായിട്ടുള്ള ജാഗ്രതയോട് ബന്ധപ്പെട്ട് വരുന്ന ആർമിയുടെ സാന്നിധ്യം ആവശ്യമാണ്. അവിടെ സ്വയം ഭരണാധികാരം എന്ന് പറയുന്ന രീതിയിലേക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നിരന്തരം ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന അതിൻ്റെ കടന്നുകയറ്റങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചൈനയും പാകിസ്ഥാനുമായിട്ട് സഹവർത്തിത്വത്തിൽ നിൽക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചൈനയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളോട് കടന്നുകയറ്റ മേഖലയാണ് ഈ ലഡാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലഡാക്കിൻ്റെ സ്വയംഭരണാധികാരത്തിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചൈനയുടെ ഭാഗങ്ങളായിട്ട് മാറാനുള്ളതോ അല്ലെങ്കിൽ ചൈനയുടെ കടന്നുകയറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടങ്ങളായിട്ട് മാറാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ലഡാക്കിനോട് ബന്ധപ്പെട്ട് വരുന്ന സ്വാതന്ത്ര്യം ഈ അക്സായ് ചിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. അപ്പോൾ ഈ പറയുന്ന സോനം വാങ്ചുങ് കേന്ദ്ര ഭരണകൂടവുമായി ഉണ്ടാകുന്ന ചർച്ചയിൽ പറയുന്ന കാര്യങ്ങളെ ഒരിക്കലും ഇവർ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 2026 മാർച്ചിൽ അദ്ദേഹം പുറത്തിറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അമിത്ഷായും അതുപോലെ കേന്ദ്ര ഭരണത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ആളുകൾ നിരന്തരം ചർച്ചയിൽ ഏർപ്പെടുന്നുണ്ട്. 2026 മാർച്ച് 16 തീയതി തന്നെ അവർ പ്രക്ഷോഭ പരിപാടികൾ നടത്തുന്നുണ്ട്. പക്ഷേ അത്തരം പ്രക്ഷോഭ പരിപാടികളൊന്നും തന്നെ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ സോനം വാങ്ചുക് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ പിന്താങ്ങിക്കൊണ്ട് ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലെ നേതാക്കന്മാരും കടന്നു വരുന്നില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു സമരപരിപാടികൾ അവരോട് ബന്ധപ്പെട്ട ഒരു സമരപരിപാടികളോ അല്ലെങ്കിൽ ഒരു ആവശ്യമായിട്ട് മാത്രം നിലനിൽക്കുന്ന കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് ജൂൺ 21 തീയതി നീറ്റ് എക്സാമിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ 2ാമത്തെ പരീക്ഷ, ആ പരീക്ഷയുടെ അന്നേ ദിവസം അപ്പോൾ ആ ഒരു ആ സമയത്താണ് ഈ എക്സാമിൻ്റെ ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ട് പല കുട്ടികളും അതായത് 14നും 20നും ഇടയിലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നുള്ള ഒരു ബോധത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഈ സമയത്തിലൂടെ പോകുമ്പോഴാണ് ഈ 2026 ജൂൺ മാസം 21 തീയതി ഡൽഹിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾക്കെതിരെ ഈ ക്രോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന
സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്ലാറ്റ്ഫോമിലോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ അവിടെ സംഘടിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അവർ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ആദ്യ കാലഘട്ടങ്ങളിൽ ആ സമരപരിപാടികൾക്ക് വേണ്ടത്ര ജനങ്ങളുടെ പിന്തുണ നേടാനായില്ല. അപ്പോൾ പിന്നീട് ഈ പറയുന്ന വാങ്ചൂക്ക് അതിലേക്ക് കടന്നു വരുന്ന നിരാഹാരം നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരപരിപാടികൾ കൂടുതൽ സ്വാധീനമോ അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടുതൽ അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറുന്നത്.